റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുമോ എന്നതിൽ ആകാംക്ഷ. അജിത് കുമാറിൽ നിന്ന് DGP റിപ്പോർട്ട് തേടിയിരുന്നു. ഇതുകൂടി ഉൾപ്പെടുത്തി പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. മുഖ്യമന്ത്രിയുടെയും ഹൈക്കോടതിയുടെയും നിലപാടുകൾ സർക്കാരിന്റെ തീരുമാനത്തിൽ നിർണായകമാകും. കഴിഞ്ഞ 12-ാം തീയതിയാണ് ചരക്ക് നീക്കത്തിന് മാത്രം അനുമതിയുള്ള ട്രാക്ടറിൽ ADGP സന്നിധാനത്തേക്ക് മല കയറിയതും ഇറങ്ങിയതും. റോഷിപാലുടെ കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ്. റോഷി, നടപടി ഡ്രൈവറിൽ മാത്രം ഒതുക്കാൻ ഇനി കഴിയുമോ? കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. CCTV ദൃശ്യങ്ങൾ DGP അടക്കം കണ്ടു, ഹൈക്കോടതി കണ്ടു. രൂക്ഷമായ വിമർശനം. തിങ്കളാഴ്ച കോടതി അത് വീണ്ടും പരിഗണിക്കും. മുഖം രക്ഷിക്കണമെങ്കിൽ ADGPക്കെതിരെ നടപടി വേണ്ടിവരില്ലേ? ചുരുങ്ങിയതൊരു സസ്പെൻഷൻ മണക്കുന്നുണ്ടോ റോഷി? അരുൺകുമാർ, ഹൈക്കോടതി തന്നെ ശബരിമലയിലേക്ക് ADGP MR അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്ര അത് നിയമലംഘനമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന് ഇനി MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. ഇനി അടുത്ത ദിവസം വീണ്ടും പത്തനംതിട്ട SP-യുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്, ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് കൂടി ഉണ്ടാകും. വീണ്ടും ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വരും, പോലീസ് മേധാവിക്ക് മുന്നിലേക്ക് വരും. അതുകൊണ്ട് ഏറെ താമസിയാതെ നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. ആദ്യ ഘട്ടത്തിൽ പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്, ആ കേസിന്റെ FIR-ൽ ആരാണ് വാഹനം ഓടിച്ചതെന്ന് പേര് കൂടിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പോലീസിന്റെ ട്രാക്ടറാണ്, ആ ട്രാക്ടറിന്റെ ഡ്രൈവർ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ ട്രാക്ടറിന്റെ ഡ്രൈവർ മാത്രമാണ് കുറ്റം ചെയ്തത് എന്ന തരത്തിൽ പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ADGPയും ADGPയുടെ ഗൺമാനും അദ്ദേഹത്തിന് ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഒരു സെക്യൂരിറ്റി ഓഫീസറെ കൂടി നിയോഗിച്ചിരുന്നു. അങ്ങനെ 3 പേരാണ് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. തിരിച്ച് ആ ഗൺമാനും ADGP മാത്രമായിരുന്നു. ഏതായാലും ഇത് നിയമലംഘനമാണെന്ന് ഹൈക്കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയ സാഹചര്യത്തിൽ നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് സംബന്ധിച്ച് പത്തനംതിട്ട SP നൽകിയ റിപ്പോർട്ട് ക്രോഡീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. മറ്റൊന്ന്, ഈ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിന് വിശദീകരണം തേടി എന്നുള്ളതാണ്. ആ വിശദീകരണം തേടി, അതും ആ വിവരം കൂടി, വിശദീകരണം എന്താണ് നൽകിയത് ആ കാര്യം കൂടി ഈ സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നുണ്ട്. കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഹൈക്കോടതി 2021 പുറപ്പെടുവിച്ച ഉത്തരവിന്റെ ലംഘനമാണ്. സംസ്ഥാനത്ത് ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നത്, ട്രാക്ടറിൽ യാത്ര ചെയ്യാൻ പാടില്ല, ആരും യാത്ര ചെയ്യാൻ പാടില്ല, ചരക്ക് നീക്കം തന്നെ ഏതൊക്കെ സമയത്ത് വേണം എന്നതിനെ കുറിച്ചടക്കം നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ കാറ്റിൽ പറത്തിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഏറ്റവും നിർണായകമാകുക. ഒപ്പം തന്നെ ഹൈക്കോടതി തുടർ ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും. ഓക്കെ, താങ്ക് യു റോഷി. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇതിലെ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. മിനിസ്റ്റർ പറഞ്ഞത് ഇതാണ്: വകതിരിവ് എന്നൊരു സാധനമുണ്ട്, അതാണ് വേണ്ടത്. നമ്മുടെ സ്ഫടികം സിനിമയിൽ നമ്മുടെ ശങ്കരാടി ആടുതോമയോട് പറയുന്നതാണ്, വകതിരിവ് വട്ടപൂജ്യം.